ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി ആൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ധാരാളം ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഏത് ന്യൂസിൻ്റെ പുറകെ പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. പോസിറ്റീവ് ന്യൂസുകൾ വരുന്നു, നെഗറ്റീവ് ന്യൂസുകൾ വരുന്നു, സമവായം ആയെന്ന് വരുന്നു, ഇല്ല എഗ്രി ചെയ്യത്തില്ല എന്ന് പറയുന്നു. പലവിധ ന്യൂസുകളുടെ സമ്മിശ്രമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട്. ഇനിയും നമ്മുടെ മുന്നിൽ നേരം വെളുക്കാൻ സമയം ധാരാളമുണ്ട്. അതിനുശേഷം വീണ്ടും പല ന്യൂസുകളും വരാം, പല റൂമറുകളും വരാം. അപ്പോൾ എന്തായാലും ഇപ്പം നിലവിലുള്ള കഴിഞ്ഞ ഫെബ്രുവരി 28 മുതലുള്ള ഒരു മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അൺപ്രഡിക്റ്റബിൾ മാർക്കറ്റാണ്, അല്ലേ? ഒരു ശകലം പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാർക്കറ്റിന് മുന്നിലാണ് നമ്മൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാന്യമായിട്ടുള്ളതെല്ലാം കിട്ടി മാറി നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ രക്ഷപ്പെടാൻ വേറെ യാതൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് പ്രതീക്ഷിച്ചത്, അല്ലേ? ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേങ്കിൽ മാർക്കറ്റ് ചെറിയൊരു നെഗറ്റീവിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒറ്റ ക്യാൻഡിൽ തന്നെ 100 പോയിൻറ്റ് മാർക്കറ്റ് മുകളിലോട്ട് കയറി. ഈ 100 പോയിൻറ്റ് കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടിയോ ആണ് എന്തിന് കയറുന്നതെന്നുള്ള കാര്യം യാതൊരു പിടുത്തവും ഇല്ല. ഇത് കയറുന്നതിൻ്റെ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, അല്ലേ? അതിനുശേഷം വീണ്ടും വന്നു, ഓപ്പണിങ് റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു, വീണ്ടും താഴോട്ട് വന്നു, വീണ്ടും മുകളിലോട്ട് വന്നു. കുറേ നേരം ആടിക്കളിച്ച് മാർക്കറ്റ് ഗ്രാജുവലി മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ താഴോട്ട് പോയി. ഏകദേശം 350 പോയിൻറ്റ് നെഗറ്റീവിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. പോസിറ്റീവ് 100 പോയ മാർക്കറ്റാണ് നെഗറ്റീവ് 350 ഏകദേശം ക്ലോസ് ചെയ്തത്. ഈ ഒരു അവസാനത്തെ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ MSCI റീബാലൻസ് ചെയ്ത്, സത്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയി. MSCI റീബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് പല സ്റ്റോക്കുകളിലും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വന്നു. അതിൻ്റെ തൽഫലമായിട്ടാണ് ഇങ്ങനെ വലിയൊരു ഒരു പൊട്ടൽ അല്ലെങ്കിൽ വലിയൊരു നെഗറ്റീവ് ട്രെൻഡ് അവസാനം 30 മിനിറ്റ് വന്നത്. ഓക്കെ, ഇതൊക്കെയായിരുന്നു മാർക്കറ്റിലെ കഴിഞ്ഞ ദിവസം സംഭവിച്ച സംഭവവികാസങ്ങൾ. അപ്പം ഞാൻ എന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, വീണ്ടും നിങ്ങൾക്ക് ആവർത്തന നിരസത ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും മാർക്കറ്റിനെ ഒരു വൈഡ് റേഞ്ചിൽ വേണം നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിനെ എപ്പോഴും കാണാൻ. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നെങ്കിൽ എന്തുകൊണ്ട് മുകളിലോട്ട് പോകുന്നു, അതിൻ്റെ പിന്നിലെ കാരണം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. താഴോട്ട് വരുവാണെങ്കിലും എന്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് വരുന്നു, അതിന് എത്രത്തോളം താഴോട്ട് വീഴാനുള്ള ശക്തി ഉണ്ട് എന്നുള്ള കാര്യം, ഇതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഇവിടെ കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ആശയമാണ്, നമ്മളെപ്പോഴും ഈ മാർക്കറ്റിനെ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ വെടിമരുന്നിനോട് വേണം ഉപയോഗിക്കാൻ. വെടിമരുന്ന് നമ്മളൊരു എന്താ പറയുന്നത്, ഒരു മേലോട്ടുള്ള ഒരു അമിട്ട് പൊട്ടിച്ച് മേലോട്ട് വിടുന്ന പറഞ്ഞാൽ അതിനകത്ത് നിറച്ചിരിക്കുന്ന വെടിമരുന്നിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ മേലോട്ടുള്ള സഞ്ചാരം, ഇല്ല? ഈ അമിട്ട് മേലോട്ട് പോയി പൊട്ടി പൂ വിരിയെന്ന് പറഞ്ഞാൽ എത്രത്തോളം മുകളിലോട്ട് പോകുന്നോ അതിന് അത്രയ്ക്ക് ഭംഗി കൂടും, അല്ലേ? അപ്പോൾ അത്രയ്ക്ക് ഭംഗി കൂടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിനകത്ത് വെടിമരുന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് നിറയ്ക്കണം, ഇല്ലേ? ആ കുറ്റിക്കകത്തിൽ വെടിമരുന്ന് എത്രത്തോളം നിറയ്ക്കുന്നോ, എത്രത്തോളം അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടോ, അല്ലെ അതിൻ്റെ എന്താ പറയുന്നത്, അതിനകത്ത് എത്രമാത്രം സാധനം ഉണ്ടോ അതിനനുസരിച്ച്, അല്ലെ അതിനകത്തുള്ള അളവ് ക്വാണ്ടിറ്റിക്ക് അനുസൃതമായിട്ടായിരിക്കും ഈ സാധനം മുകളിലോട്ട് എത്ര ശക്തിയോടെ പോകുന്നുള്ളത് തെളിവാകുന്നതും ഭംഗിയായിട്ട് ആ പൂവ് മേളിൽ പോയി വിരിയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിലൊരു ന്യൂസ് വരുമ്പം അല്ലെ മറ്റെന്ത് ഘടകം വന്നാൽ ആ ഘടകത്തിൻ്റെ ശക്തി ഈ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ എന്തുമാത്രം ശക്തി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പം മാർക്കറ്റിനെ മുകളിലോട്ട് നയിക്കാൻ തക്ക ഒരു ന്യൂസ് വരുമ്പോൾ ആ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വേണം മാർക്കറ്റിനെ നമ്മൾ സമീപിക്കാൻ. അതുപോലെ തന്നെ നെഗറ്റീവ് ന്യൂസ് വരുവാണെങ്കിലും അത് പൊട്ടിത്തകരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, ആ ന്യൂസ് കൊണ്ട് എന്തുമാത്രം പൊട്ടും, അല്ല അതിൻ്റെ ഇമ്പാക്റ്റ് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ കുറച്ചൊക്കെ നമുക്ക് മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്താണ് മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ ന്യൂസുകൾ ഇപ്പം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊരു കാരണവശാലും യുറേനിയമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീലിനും ഞങ്ങൾ തയ്യാറല്ല. ഒരു തേർഡ് പാർട്ടി കൺട്രിയിലേക്ക് ഞങ്ങൾ യുറേനിയം കൊടുത്തു വിടത്തില്ല, ഞങ്ങളുടെ കയ്യിലുള്ള യുറേനിയം കൊടുത്തു വിടത്തില്ല എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പക്ഷേ അതിനെതിരായിട്ട് ട്രംപ് ഞങ്ങളിപ്പോൾ ജയിച്ചു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞുള്ള ഡയലോഗുകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇറാൻ്റെ ഭാഗത്തുനിന്നും ഒരു കാരണവശാലും ഇത് ന്യൂക്ലിയർ സംഭവം യുറേനിയം വിട്ടിട്ടുള്ളൊരു ഡീലിന് മാത്രമേ ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം പിന്നെ ഒരു
ഒരു പ്രാവർത്തിക ഘട്ടത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിനകത്തിലാണ് ഇനി എല്ലാവരും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. 60 ദിവസം സീസ്ഫെയർ ഓക്കെ, രണ്ടുപേരും എഗ്രിയാണ്. പക്ഷേ ഈ 60 ദിവസം സീസ്ഫെയറിനകത്തിൽ ഈ യുറേനിയം ഒരു കാരണമായിട്ട് ന്യൂക്ലിയർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ലൈൻ പോലും അതിനകത്ത് എഗ്രിമെൻറ്റിനകത്ത് കാണാൻ പാടില്ല എന്നുള്ളതാണ് ഇറാൻ്റെ പക്ഷം. പക്ഷേ അത് എത്രത്തോളം അമേരിക്ക സമ്മതിക്കുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ വീണ്ടും കലുഷിതമാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം വീണ്ടും കുവൈറ്റിൽ അലി അൽ സാലം എയർബേസ് എന്ന് പറഞ്ഞ ഒരു എയർബേസ് ഉണ്ട്. അവിടെ ഞാൻ അതിൽ എയർബേസിൽ ജോലി ചെയ്തിട്ടുണ്ട്. അലി അൽ സാലം എയർബേസ് അത് കുവൈറ്റും അമേരിക്കയും കൂടെ ഒന്നിച്ച് നടത്തുന്ന ഒരു വലിയൊരു എയർബേസാണ്. അമേരിക്കയുടെ എല്ലാ കാർഗോകളും വരുന്ന വലിയ ഒരു എയർപോർട്ടാണ്. മിലിറ്ററി എയർക്രാഫ്റ്റ് മാത്രം അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളൊക്കെ വന്ന് പറന്നിറങ്ങുന്ന സ്ഥലമാണ്. ഞാനവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം അത് അവിടെ അടിച്ചു എന്നാണ് ഇന്നലെ പറയുന്നത്. അവിടെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ധാരാളം എയർക്രാഫ്റ്റുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ലോജിസ്റ്റിക്സ് മുഴുവൻ അവിടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവിടുത്തെ ധാരാളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം അവിടെ കുറച്ച് പേർക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം അതൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അറബ് രാഷ്ട്രങ്ങളെല്ലാം അപലപിച്ചു എന്ന് പറഞ്ഞാലും അതിൻ്റെ അനുഭവിക്കേണ്ടത് ആരാണ്? അനുഭവിക്കേണ്ടത് അടി കൊണ്ടവനാണ് അനുഭവിക്കേണ്ടത്. അപ്പം ഇനിയും അതിൻ്റെ മുന്നോട്ടുള്ള ഗതി എന്താണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇനി അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ മന്ത്ലി ക്യാൻഡിലോട്ട് നമുക്കൊന്ന് വരാം. മന്ത്ലി ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എടുത്തു വച്ചിട്ടുണ്ട്. മന്ത്ലി ക്യാൻഡിൽ നമ്മൾ നോക്കിയാൽ ഇപ്പോഴും പ്രതീക്ഷ നമുക്ക് കൈവിടാൻ പറ്റിയിട്ടില്ല. പ്രതീക്ഷ കൈവിടേണ്ട ആവശ്യമില്ല. കാരണം മന്ത്ലി ക്യാൻഡിൽ നമ്മൾ വളരെ 2-3 മാസം, ഏപ്രിൽ 1 മുതൽ നമ്മൾ ഇതിനെ വാച്ച് ചെയ്യുകയാണ് അല്ലേ. ഇത് വന്നു, ടെസ്റ്റ് ചെയ്തു, വീണ്ടും വന്ന് ടെസ്റ്റ് ചെയ്തു, വീണ്ടും തിരിച്ച് കയറിയെങ്കിലും ഈ ഒരു ക്യാൻഡിൽ നോക്കുവാണ്, ഈ മന്ത്ലി ക്യാൻഡിൽ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഈ മന്ത്ലി ക്യാൻഡിൽ നോക്കുവാണെങ്കിലും ഇതിൻ്റെ ക്ലോസിങ് എവിടെയാണ്? ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ 50% കട്ട് ചെയ്തിട്ടില്ല. മനസ്സിലായി പറഞ്ഞാൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ പ്രകാരം 50% കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു പക്ഷേ മുകളിലോട്ട് കയറാം. കാരണം ഈ മാസം തീർന്നു, മെയ് മാസം കഴിഞ്ഞു, ഇനി അടുത്ത പുതിയ ക്യാൻഡിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ ക്യാൻഡിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആ ക്യാൻഡിൽ ഏത് 23,800 മുകളിൽ 23,800 മുകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് മന്ത്ലി ബേസിസിൽ നമ്മൾ കാണുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നുള്ളത്. ഇവനെ നമുക്ക് ഡെയിലി ബേസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഈ പറയുന്ന ഈ ലൈൻ, ഈ ഗ്രീൻ ക്യാൻഡിൽ വീണപ്പോൾ വരച്ച വരയാണിത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഗ്രീൻ ക്യാൻഡിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഡേ വീഴുന്ന ക്യാൻഡിലിനെ നോക്കി മാത്രമേ നമുക്ക് ഒരു ട്രേഡിനെ പറ്റി അല്ല മുന്നോട്ടുള്ള മാർക്കറ്റിൻ്റെ ഗതി എന്താണെന്നുള്ളത് ചിന്തിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഡേയിലൊരു റെഡ് ക്യാൻഡിൽ വീണു. അപ്പോൾ ഞാനെന്താ പറഞ്ഞു, ഇതിന് താഴെ 24,000 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ പിന്നെ ഒരു താഴോട്ടൊരു ഫോളിനുള്ള സാധ്യത എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ സംഭവിച്ചു. ഇനിയിപ്പോൾ നമുക്കിവിടെ ഉള്ളത് 23,800 പൊട്ടി നിൽക്കുകയാണിപ്പോൾ അല്ലേ. അപ്പം ഇനി നമുക്കുള്ള ഒരു വര എന്ന് പറഞ്ഞാൽ 23,238, 23,250 കൂട്ടിക്കോ, 23,250 റേഞ്ചാണ്. ആ 23,250 റേഞ്ച് പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ട്രെൻഡ് ലൈനിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇൻട്രാഡേയിലോട്ട് വരാം. ഇതിൻ്റെ കാര്യം കഴിഞ്ഞാൽ ജസ്റ്റ് പറയാൻ വേണ്ടി മാത്രം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനകത്ത് ഈ തമ്പനയിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ ഒരു പാവക്കൂത്ത് തന്നെയാണ് അല്ലേ. ആരുടെയൊക്കെയോ ഈ ഇംഗിതത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ചലിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ നാളെ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് 23 നമ്മളിവിടെ വരച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി ഇൻട്രാഡേ ബേസിൽ. ഇനിയിപ്പോൾ ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല, ഈ ഒരു ലൈനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം, ഒരു കാര്യമില്ല ഇതുകൊണ്ട് ഇനിയും. കാരണം അത് ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ കോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ 23,500 മാർക്കറ്റും സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ച് കയറി നിൽക്കുകയാണ്. അപ്പം നാളെ നമ്മൾ നോക്കേണ്ടത് ഈ 23,500 എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, ഈ 23,500 പൊട്ടി 15 മിനിറ്റ് താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 23,336 എത്തും. അതും പൊട്ടുവാണെങ്കിൽ 210, പിന്നെ 23,000. ഇതാണ് താഴോട്ടുള്ള ഗതി. മുകളിലോട്ട് മാർക്കറ്റ് പോകണമെങ്കിൽ 23,800 കഴിയാതെ ഒരു രക്ഷയില്ല. 23,800 കഴിയാതെ നമുക്ക് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് മാർക്കറ്റ് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഉള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് എപ്പോഴും അവിടുന്ന് സെൽ ഓൺ റൈസ്, അതായത് എപ്പോഴും
മാർക്കറ്റ് മുകളിലോട്ട് പോകും തോറും ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് 23,800 നമുക്ക് നിർണായകമാണ്, 23,500 നമുക്ക് വളരെ നിർണായകമാണ്. ഇത് രണ്ടിലേത് ആണ് ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡിലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാളെ ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്ന് 23,800 വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ല 23,500 വേണ്ടി വെക്കുക. എന്നിട്ട് അതിനുശേഷം നാളെ നിങ്ങൾ ഓപ്പണിംഗ് റേഞ്ചുകൾ നോക്കുക. ആ ഓപ്പണിംഗ് റേഞ്ച് അവിടെ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എവിടെയെങ്കിലും പോയി തട്ടി തിരിച്ച് വന്ന് അവിടെ ആ ഓപ്പണിംഗ് റേഞ്ചിൽ എന്താണ് സംഭവിക്കുന്നത് പ്രൈസ് ആക്ഷൻ നോക്കി മാത്രം ഒരു ട്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നാളെ ട്രേഡ് ചെയ്യുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീണ്ടും 53 നമ്മുടെ ഈ ലൈനിലോട്ട് മാർക്കറ്റ് വീണ്ടും അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നു നമുക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് കൂടി ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞു, ഇത് സ്പോട്ടാണ് ഈ കാണുന്നത്. ഈ സ്പോട്ടിലോട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, പൊട്ടി താഴെട്ടു. പക്ഷേ നമ്മൾ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിനകത്തിൽ അത്രയും പൊട്ടൽ ഇല്ലായിരുന്നു, ഇല്ലേ? ഒറ്റ പൊട്ടൽ, ഈ ഒറ്റ ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ ഫ്യൂച്ചറിനകത്തിൽ ഒരു പൊട്ടൽ. അതിനുശേഷം 3 ഗ്രീൻ ക്യാൻഡിലാണ് വീണേക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിലോ, നോക്കിക്കേ, വലിയൊരു പൊട്ടൽ, പിന്നെ അതിനുശേഷം വീണ്ടും ഒരു പൊട്ടൽ. ഈ ഒരു പൊട്ടൽ വെറും പ്രഹസനമായിരുന്നു. ഇതുകൊണ്ട് യാതൊരു ഗുണവും ഈ പൊട്ടലൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇത്രയും വീണിട്ടും നിങ്ങളുടെ കയ്യിൽ പി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ. ഇപ്പം മാർക്കറ്റ് ഇവിടുന്ന് 23,800 23,500 300 പോയിന്റ് മാർക്കറ്റ് പൊട്ടി, ഇല്ലേ? ഈ 300 പോയിന്റ് മാർക്കറ്റ് പൊട്ടിയെങ്കിലും ഈ 300 പോയിന്റിൻ്റെ ഒരു അപ്രീസിയേഷൻ ആരെങ്കിലും ഹോൾഡ് ചെയ്തിട്ടുണ്ട്, പി ഹോൾഡ് ചെയ്യുന്നവർക്ക് ഈ 300 പോയിന്റിൻ്റെ ഒരു അപ്രീസിയേഷൻ എന്ത് ചെയ്തില്ല, നിങ്ങൾക്ക് കിട്ടിയില്ല. ഒരു 100 പോയിന്റ് 150 പോയിന്റ് അപ്രീസിയേഷൻ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ഫ്യൂച്ചർ എന്ത് ചെയ്തില്ല, ഫ്യൂച്ചർ പൊട്ടിയില്ല. ഫ്യൂച്ചർ ഫസ്റ്റ് ക്യാൻഡിൽ വീണതിന് ശേഷം മുകളോട്ടാണ് പോയത്, അല്ലേ? അപ്പോൾ ഏകദേശം ഒരു 100 പോയിന്റിൻ്റെ അപ്രീസിയേഷൻ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. 300 പോയിന്റ് വീണാലും ഒരു 100 പോയിന്റ് അപ്രീസിയേഷൻ മാത്രമേ പീക്ക് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം ഫ്യൂച്ചർ നേരെ തിരിച്ച് മുകളിലോട്ട് പോയി. ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ഇതിൻ്റെ കറക്റ്റ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇവിടെ നോക്കിക്ക് മാർക്കറ്റ് നേരെ താഴ്ത്തു. അപ്പം സ്പോട്ടും ഫ്യൂച്ചറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലതാണ് അവസാനം 30 മിനിറ്റിൽ വർക്ക് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് നോക്കിക്കേ, ലാസ്റ്റ് 5 മിനിറ്റത്തെ ക്യാൻഡിൽ നോക്കിക്കേ, അവിടുന്ന് വലിയൊരു 50 പോയിൻറ്റിൻ്റെ ഒരു 50 അല്ല 100, 500 മുതൽ 609 വരെ പോയി. 100-150 പോയിൻറ്റിൻ്റെ ഒരൊറ്റ ക്യാൻഡിലാണ് നമ്മൾ സ്പോട്ടിനകത്ത് കാണുന്നത്. പക്ഷേ ഫ്യൂച്ചറിനകത്ത് നോക്കിക്കേ, ഫ്യൂച്ചറിനകത്ത് എന്താ കാണുന്നത്? വെറും 30 പോയിൻറ്റ്, ഇല്ലേ? എത്രയുണ്ട്? 719, 740, വെറും 30 പോയിൻറ്റിൻ്റെ ഒരു അപ്പ് മൂവ്മെൻറ്റ് മാത്രമേ നമ്മളിവിടെ കണ്ടുള്ളൂ, ഫ്യൂച്ചറിനകത്ത് കണ്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ 23,500 സി എടുത്തവർക്ക് എന്താണ്, തദൈവമാണ്. ഈ പറയുന്ന പോലെ തന്നെ ഈ 100 പോയിന്റ് അപ്രീസിയേഷൻ ഒന്നും കിട്ടി കാണത്തില്ല. വെറും 10-20 പോയിന്റ്, 5-6 പോയിന്റ് എല്ലാം മാത്രമേ പ്രീമിയത്തിനകത്തിൽ ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ട്രേഡ് ചെയ്യുമ്പം നിങ്ങൾ ഈ ഫ്യൂച്ചറിൻ്റെ ചാർട്ടൂടെ നോക്കി ട്രേഡ് ചെയ്യണമെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എനിവേ, അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് അടുത്ത് മിഡ് ക്യാപ്പിൻ്റെ കാര്യം നോക്കാം. മിഡ് ക്യാപ്പിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മിഡ് ക്യാപ്പും നല്ല രീതിയിൽ പൊട്ടിയതിൻ്റെ കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, BSE ആണ്. BSE ഇന്നലെ 100 പോയിൻറ്റിനടുത്ത് പൊട്ടി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കിയാൽ വേറെ ഏതെങ്കിലും പൊട്ടി, എല്ലാവരും പൊട്ടി. ഡിക്സൺ കുറച്ച് പൊട്ടി, സ്വിസ് ബാങ്ക് കുറച്ച് പൊട്ടി, പോളിസി ബസാർ കുറച്ച് പൊട്ടി, HDFC AMC കുറച്ച് പൊട്ടി. എല്ലാവരും അവരവരുടെ വക പാർട്ടിസിപ്പേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്തു, മിഡ് ക്യാപ്പും പൊട്ടി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ BSE നോക്കി മാത്രമേ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. നാളെ ഒരു അപ്സൈഡ് മൊമെൻറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ 14,590 പൊട്ടണം. 14,590 പൊട്ടിയാൽ മാത്രമേ നമുക്ക് പുതിയ വര വരയ്ക്കാനുള്ളൊരു വരയായി ഇത്. ഓക്കെ, 13,590 മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ സംഭവിക്കുമെന്ന് നോക്കി നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. 14,758 വരെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അന്നേരം ഇപ്പോൾ നമുക്ക് നോക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അടുത്ത സെൻസെക്സ് നോക്കുകയാണെങ്കിലോ, സെൻസെക്സിനകത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലൊരു പൊട്ടൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ എത്രയോ നാളുകൾക്ക് മുന്നേ വരച്ചിട്ട് വരെയാണെന്ന് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, അല്ലേ? അപ്പോൾ നാളെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 74,490 ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 74,460 എന്ത് സംഭവിക്കും? ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്താൽ 74,460 എന്ത് സംഭവിക്കുന്നത് നോക്കുക. മുകളിലോട്ടാണ് താഴോട്ടാണ്? മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ 75,352 ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്യണം. നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സെൻസെക്സിനകത്തൊരു ട്രേഡ് നമുക്ക് ഉള്ളൂ. ഓക്കെ, ഈ 75
352 പൊട്ടി നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് സെൻസെക്സിൽ മുകളിലോട്ടുള്ള ട്രേഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ 74,460 പൊട്ടണം. 74,460 പൊട്ടിക്കഴിഞ്ഞാൽ 73,625 നമുക്ക് താഴോട്ട് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കോഴി കൂവാൻ ഇനിയും നേരമുണ്ട്, നേരം വിളിക്കാൻ ധാരാളം സമയം ബാക്കിയുണ്ട്. എന്ത് വേണമെങ്കിലും രാത്രി സംഭവിക്കാം. ഓരോ ഡയലോഗുകൾ ഓരോ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാർക്കറ്റിനെ ശരിക്കും നിങ്ങൾ മാർക്കറ്റിനെ പഠിക്കുക, മാർക്കറ്റിൻ്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുക, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് കാത്തിരുന്ന് ക്ഷമയോടെ മാന്യമായ രീതിയിൽ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് കിട്ടി ഇറങ്ങിപ്പോവാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ പലരും ശ്രമിക്കുന്നുണ്ട്. ധാരാളം പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ക്ഷമയെ അപ്പോൾ അവർക്ക് മനസ്സിലായി, ക്ഷമിച്ച് കാത്തിരുന്ന് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്നുള്ളത് പലർക്കും മനസ്സിലായി. അതുകൊണ്ട് അവരതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ആ ഒരു നയത്തിലേക്ക് വരാൻ വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.